ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ പെർഫോമൻസ് അപ്രൈസലിൻ്റെ തേർഡ് സെഷനാണ് ഡീൽ ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ട്രഡീഷണൽ മെത്തേഡ്സിലായിരുന്നു. ട്രഡീഷണൽ പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സ് ആയിരുന്നു. ഒരു 5 നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്ത്. ഇന്ന് നമ്മൾ റിമൈനിങ് 5 മെത്തേഡ്സ് കൂടി നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അധികം സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് അപ്രൈസൽ മെത്തേഡ്, ഫീൽഡ് റിവ്യൂ മെത്തേഡ്, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, എസ്എ അപ്രൈസൽ മെത്തേഡ് ആൻഡ് ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡ്. ഈ ഒരു 5 മെത്തേഡ്സാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഈ റിമൈനിങ് 5 മെത്തേഡ്സും ട്രഡീഷണൽ അപ്രൈസൽ മെത്തേഡ്സിൽ വരുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം, ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് വരുന്നത് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. This method was developed to reduce bias and establish objective standards of comparison between individuals. Here, raters are asked to choose from the given statements those which best fit the individual and those which least fit him. The supervisor describes his people and the HR department applies the scoring weights to determine who gets the best rating. അപ്പോൾ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് മുമ്പ് നോക്കിയ ഓരോ ചെക്ക് ലിസ്റ്റ് മെത്തേഡോ അതല്ലെങ്കിൽ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലൊക്കെ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ, അതിൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ ആ റേറ്ററിന് ഓരോ ഓപ്ഷൻസാണ് കൊടുക്കുന്നത്. എക്സലൻറ്റ്, ഗുഡ്, ആവറേജ്, പുവർ. ആ ഓരോ ഓപ്ഷൻസിൽ സൂപ്പർവൈസർ ടിക്ക് ചെയ്യുന്നു. ഇതാണ് പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ പ്രീവിയസ് മെത്തേഡ്സ് നമ്മൾ നോക്കിയത്. ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ സൂപ്പർവൈസറിന് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി. അതായത് എക്സാമ്പിൾ, ദ എംപ്ലോയി ഈസ് ഒബീഡിയൻറ്റ്, ദ എംപ്ലോയി ഈസ് റിലയബിൾ, ദ എംപ്ലോയി ഈസ് എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ക്വാളിറ്റി സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ പറഞ്ഞ സൂപ്പർവൈസറിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം സൂപ്പർവൈസർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓരോ എംപ്ലോയിനെ സെലക്ട് ചെയ്യുക. ലെറ്റ്സ് സേ എംപ്ലോയി എനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ സ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്. എംപ്ലോയി എ ഒബീഡിയൻ്റ് ആണെങ്കിൽ ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് സ്യൂട്ട് ചെയ്യുന്നുണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ് എംപ്ലോയി എന് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ എംപ്ലോയി എ റിലയബിൾ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഓർഗനൈസേഷൻ സൂപ്പർവൈസറിന് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഓരോ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് ഫിറ്റ് ചെയ്യുക, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം എടുത്താൽ മതി. ഇവിടെ സൂപ്പർവൈസർ ടിക്ക് ചെയ്യുകയോ മാർക്ക് കൊടുക്കുകയോ ഒന്നും വേണ്ട. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് സ്യൂട്ട് ചെയ്യുന്നത്, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം ഈ പറഞ്ഞ സൂപ്പർവൈസർ ആ എംപ്ലോയിന് പ്രൊവൈഡ് ചെയ്താൽ മതി. അതിനുശേഷം ഈ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എംപ്ലോയിക്ക് കൊടുത്ത ശേഷം നേരെ ഈ സൂപ്പർവൈസർ HR ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നു. അതിനുശേഷം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽസിന് മാർക്ക് കൊടുക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഓർഗനൈസേഷൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും, ക്വാളിറ്റി സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ പറഞ്ഞ സൂപ്പർവൈസറിന് കൊടുക്കുകയും അതിനുശേഷം സൂപ്പർവൈസർ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർക്കൊക്കെ സ്യൂട്ട് ചെയ്യുന്നു ഇൻഡിവിജ്വൽസിന്, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോ ഇൻഡിവിജ്വൽസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ലേറ്റർ ഓൺ ഈ പ്രൊവൈഡ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഷീറ്റ് HR ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നു. HR ഡിപ്പാർട്ട്മെൻ്റ് ആണ് മാർക്ക് കൊടുക്കുന്നത് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽസിന്. അപ്പോൾ ഇവിടെ സൂപ്പർവൈസറിന് മാർക്സ് കൊടുക്കുക എന്നുള്ള ഒരു ക്രൈറ്റീരിയ അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ആകെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അത് അതേപടി എടുത്ത് ഇൻഡിവിജ്വൽസിന് കൊടുക്കുക എന്ന് മാത്രമേ ജോലി സൂപ്പർവൈസറിന് വരുന്നുള്ളൂ. അതാണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വരുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് അപ്രൈസൽ. Here, the supervisor discusses the actual and factual incidents with the employee. The supervisors are asked to keep a record on each employee and to record the actual incidents of positive or negative behavior. The employee's behavior is recorded and not his traits. The rating is done on the basis of how an employee reacted and behaved during a critical event. ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് അപ്രൈസൽ മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദി എംപ്ലോയീസ് ജോബ് ഇൻ ദ ഓർഗനൈസേഷൻ, ബിഗിനിങ് തൊട്ട് എംപ്ലോയി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എംപ്ലോയി ഒരു സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത്, എംപ്ലോയീസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അതെല്ലാം സൂപ്പർവൈസർ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതായത് ഇപ്പോൾ ജാനുവരി 1 ജാനുവരി 1, 2020 നമ്മളൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്തു. അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ ദിവസം തൊട്ട്
സൂപ്പർവൈസർ ഈ പറഞ്ഞ എംപ്ലോയിയുടെ ബിഹേവിയർ ഫുൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ആൾ ഡെയിലി എത്ര മണിക്ക് വരുന്നു, വന്നുടനെ ആൾ എന്താണ് ചെയ്യുന്നത്, മറ്റുള്ളവരായിട്ട് എങ്ങനെയാണ് പെരുമാറുന്നത്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഈ സൂപ്പർവൈസർ ജോയിൻ ചെയ്ത ദിവസം തൊട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ജൂലൈ 1 2020 ആണ് നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് അപ്രൈസ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഈ റെക്കോർഡ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് എംപ്ലോയീസിന് മാർക്സ് കൊടുക്കുന്നത്. സൂപ്പർവൈസർ ഓൾറെഡി റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് എംപ്ലോയീസിന് പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുമ്പോൾ നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. അതാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് അപ്രൈസൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ ഓരോ എംപ്ലോയീസും എങ്ങനെ ആ സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ദിവസം മെഷീനറി ബ്രേക്ക് ഡൗൺ ആയി. ഒരു മെഷീനറി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അവിടുത്തെ എംപ്ലോയീസ് എങ്ങനെയാണ് ആ സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നത്. അതായത് ഓക്കെ, നമുക്ക് മെഷീനറി ബ്രേക്ക് ഡൗൺ ആയി, വർക്ക് നിർത്താം, ഇന്നത്തേക്കുള്ള വർക്ക് നിർത്താം, മെഷീനറി റിപ്പയർ ആയിട്ട് നമുക്ക് വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? അത് ഓക്കെ, മെഷീനറി ബ്രേക്ക് ഡൗൺ ആയി, എങ്ങനെയെങ്കിലും ഇതൊന്ന് റെക്ടിഫൈ ചെയ്യണം, ഈ എറർ നമുക്ക് തന്നെ മെഷീനറി ശരിയാക്കി എടുക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസിലോട് വിളിച്ച് പറയുകയോ വേണ്ടേ, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ, അതാണ് ഇവിടെ സൂപ്പർവൈസർ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ദ റിയാക്ഷൻ ടു എ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർ എ പർട്ടിക്കുലർ ഇവൻറ്റ്, ദി ബിഹേവിയർ ഓഫ് ദി എംപ്ലോയി ഓർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ എംപ്ലോയീസ് ടു അതർ എംപ്ലോയീസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സൂപ്പർവൈസർ റെക്കോർഡ് ചെയ്യുന്നത് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ ഇയർ, അല്ലെങ്കിൽ എംപ്ലോയി എന്നാണ് ജോയിൻ ചെയ്യുന്നത് അന്നോട്ട് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് വെൻ ദ പെർഫോമൻസ് ഇവാലുവേഷൻ ഓർ അപ്രൈസൽ ഈസ് ഗോയിങ് ഓൺ, ഈ റെക്കോർഡ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് സൂപ്പർവൈസർ ഓരോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓരോ എംപ്ലോയിനും മാർക്ക് ബേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫീൽഡ് റിവ്യൂ മെത്തേഡ്. അടുത്ത പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് നമുക്ക് നോക്കാം. An officer of human resource department review employees record and hold interview with the rate and his supervisor. With the rater ആണ് കേട്ടോ, rate എന്നല്ല rater. Hold interview with the rater and his supervisor. ഒന്നുകൂടി വായിക്കാം. An officer of human resource department review the employees records and hold interview with the ratee and his supervisor. The officer, who is the interviewer, prepares the questions in advance. The supervisor answers questions regarding the subordinate's level of performance, his work in progress, his strength and weakness. The officer takes detailed notes of the interview. These notes are then approved by the supervisor and placed in employee's service record. ഇപ്പോൾ ഫീൽഡ് റിവ്യൂ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, HR ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓർഗനൈസേഷൻസ് തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഓഫീസർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റിന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട് സൂപ്പർവിഷന് വരുന്നു ഈ പറയുന്ന ഓഫീസർ. അതിനുശേഷം ഇവിടെ ഓഫീസറിൻ്റെ കയ്യിൽ ഓൾറെഡി എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്, ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുക, എന്തൊക്കെയാണ് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് വരുന്നത് അതൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. അതിനുശേഷം ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. എംപ്ലോയി, അതാണ് റേറ്റി എന്ന് പറയുന്നത്, എംപ്ലോയിൻ്റെ അടുത്തും അതേപോലെ സൂപ്പർവൈസറിൻ്റെ അടുത്തും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. സൂപ്പർവൈസറിൻ്റെ അടുത്താണെങ്കിൽ എങ്ങനെയുണ്ട് എംപ്ലോയി പെർഫോം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ് വർക്ക് എങ്ങനെയുണ്ട്, ബിഹേവിയർ എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും, സ്ട്രെങ്ത് വീക്ക്നസ്, A to Z കാര്യങ്ങൾ, ഒരു എംപ്ലോയിനെ കുറിച്ച് A to Z കാര്യങ്ങൾ സൂപ്പർവൈസറിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി വെൽ പ്രിപ്പയർഡ്, പ്രീ പ്രിപ്പയർഡ് ആയിരിക്കും, ക്വസ്റ്റ്യനായിരിക്കും അയാളുടെ കയ്യിൽ ഉണ്ടാവുക. അതിനുശേഷം ഈ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ സൂപ്പർവൈസറിൻ്റെ അടുത്ത് നിന്ന് അപ്രൂവൽ വാങ്ങിക്കുന്നു. കറക്റ്റൊക്കെയാണ് ഇൻഫർമേഷൻ ഡീറ്റെയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് തന്നെയാണോ എന്ന് സൂപ്പർവൈസറിൻ്റെ അടുത്ത് അപ്രൂവൽ വാങ്ങിക്കുന്നു. അതിനുശേഷം എംപ്ലോയി സർവീസ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫീൽഡ് റിവ്യൂ മെത്തേഡ് ആണെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ 6 മാസം കൂടുമ്പോഴാണ് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സ് യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ, ഒരു എംപ്ലോയിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഫീൽഡ് റിവ്യൂ മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഫീൽഡ് റിവ്യൂ മെത്തേഡ് നമ്മൾ ചെയ്യുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്നു, ജൂലൈയിലാണ് ഇപ്പോൾ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നതെങ്കിൽ ജനുവരി, ഏപ്രിൽ, മാർച്ച് എൻഡ് ആകുമ്പോൾ ഇതേപോലെ എംപ്ലോയിൻ്റെ ഫീൽഡ് റിവ്യൂ മെത്തേഡ് കളക്ട് ചെയ്യുന്നു. ആ ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റ, സൂപ്പർവൈസറിൻ്റെ അപ്രൂവൽ ലഭിച്ച ഡാറ്റ നമ്മളത് എംപ്ലോയി സർവീസ് റെക്കോർഡിൽ കീപ്പ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും 3 മാസം, ഏപ്രിൽ, മെയ്, ജൂൺ അവസാനം ആകുമ്പോൾ വീണ്ടും ഇതേപോലെ ഫീൽഡ് റിവ്യൂ മെത്തേഡ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷനും സെക്കൻഡ് ക്വാർട്ടറിൽ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട്, അപ്പോൾ 2 ഫീൽഡ് റിവ്യൂ അപ്രൈസൽസ് നമ്മുടെ കയ്യിലുണ്ടാവും. അത് ബേസ് ചെയ്തിട്ടാണ് എംപ്ലോയീസിന് മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അപ്രൈസൽസും
ഈ രണ്ട് ഫീൽഡ് റിവ്യൂയിലൂടെ കളക്ട് ചെയ്ത ഇൻഫർമേഷനും എംപ്ലോയി സർവീസ് റെക്കോർഡിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതും. ലേറ്റർ ഓൺ പെർഫോമൻസ് അപ്രൈസൽ ഇവാലുവേഷൻ നടത്തുന്ന ദിവസം ഈ എംപ്ലോയി സർവീസ് റെക്കോർഡാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ലിമിറ്റേഷൻ, മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ, ഒരു ലിമിറ്റ് വരെ നമുക്ക് പേഴ്സണൽ ബയസസ് ഓഫ് ദ സൂപ്പർവൈസർ ക്യാൻ ബി ലിമിറ്റഡ്. സൂപ്പർവൈസറിന് എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കതൊന്ന് ലിമിറ്റ് ചെയ്യാം. കാരണം ഓഫീസർ ഓൾറെഡി പ്രിപ്പയർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ചോദിക്കുന്ന ക്വസ്റ്റ്യന് മാത്രം ഉത്തരം നൽകിയാൽ മതി. പക്ഷേ ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഓഫീസർ എന്ന് പറയുന്ന വ്യക്തി വേറൊരു ഒരു ഓർഗനൈസേഷൻ്റെ അടിയിൽ നിന്നാണ് വരുന്നത്, പക്ഷേ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വരുന്നത്, HR ഡിപ്പാർട്ട്മെൻറ്റ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ സൂപ്പർവൈസർ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, നോട്ട് കളക്ട് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക എന്ന് മാത്രമേ ജോലി ഈ ഓഫീസറിനുള്ളൂ. ഈ സൂപ്പർവൈസർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അത് വെരിഫൈ ചെയ്യാൻ ഓഫീസർ ചെയ്യേണ്ട ആവശ്യമില്ല. സൂപ്പർവൈസറിന് ഈ ഓഫീസർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ അത് തക്കതായ രീതിയിൽ മറുപടി കൊടുക്കാം. എംപ്ലോയീസിനെ കൃത്യമായിട്ട് ഈ ഓഫീസറിന് അറിയില്ല. ഈ ഓഫീസർ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയാണ്. ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഓഫീസർ പറയുന്ന വ്യക്തി തേർഡ് പാർട്ടിയാണ്, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എംപ്ലോയീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഓഫീസറിനൊന്നും അറിയില്ല. സൂപ്പർവൈസർ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പേഴ്സണൽ വൈസ് നമുക്ക് ലിമിറ്റ് ചെയ്യാമെങ്കിലും സൂപ്പർവൈസർ ക്യാൻ യൂസ് സച്ച് പേഴ്സണൽ ഗ്രഡ്ജസ്. പറയുന്ന ക്വസ്റ്റ്യന് തെറ്റായിട്ട് വേണമെങ്കിൽ ഡീറ്റെയിൽ കൊടുക്കാം ഒരു എംപ്ലോയിനെ കുറിച്ച്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഇതിൽ ഫീൽഡ് റിവ്യൂ മെത്തേഡിൽ ഹാപ്പൻ ചെയ്യാം. ഫീൽഡ് റിവ്യൂ മെത്തേഡ് പുറത്തുനിന്നൊരു ഓഫീസർ, HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഓഫീസർ വരുന്നു, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു, എംപ്ലോയീസിൻ്റെ അടുത്തും സൂപ്പർവൈസറിൻ്റെ അടുത്തും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അതിൻ്റെ അപ്രൂവൽ വാങ്ങിക്കുന്നു സൂപ്പർവൈസറിൻ്റെ അടുത്തുനിന്ന്. അത് നിന്നിട്ട് എംപ്ലോയി സർവീസ് റെക്കോർഡിൽ കീപ്പ് ചെയ്യുന്നു. ഇതാണ് ഫീൽഡ് റിവ്യൂ മെത്തേഡിൽ പറയുന്നത്. അടുത്ത മെത്തേഡ് നമുക്ക് നോക്കാം. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. The supervisor prepares a confidential report of his subordinates. It shall cover the attendance, initiative, technical ability, ability of reasoning, responsibility. It is a descriptive opportunity appraisal method used for promotion and transfer of employees. The collected information is highly secretive and confidential. ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലൊക്കെയാണ് മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റെയിൽവേസിൽ. അപ്പോൾ റെയിൽവേസിലൊക്കെ അവിടുത്തെ സൂപ്പർവൈസർ, റെയിൽവേസിൽ തന്നെ ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പാർസൽ ഡിപ്പാർട്ട്മെൻറ്റ്, റിസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, തത്കാൽ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് റെയിൽവേയിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ സൂപ്പർവൈസർ അവരുടെ എംപ്ലോയീസിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാ മാസമാകാം, അല്ലെങ്കിൽ എല്ലാം ക്വാർട്ടറിലാവാം, അല്ലെങ്കിൽ എല്ലാ ഹാഫ് ഇയർലീസിലാവാം. ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും എംപ്ലോയീസിനെ കുറിച്ച്. ഓരോ എംപ്ലോയിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ A to Z കാര്യങ്ങൾ, ക്വാളിറ്റി, എബിലിറ്റി ഓഫ് റിയാക്ഷൻ, റെസ്പോൺസീവ്നെസ്, റെസ്പോൺസിബിലിറ്റി, ലീഡർഷിപ്പ്, എല്ലാം ക്വാളിറ്റി ട്രേറ്റ്സും കവർ ചെയ്യുന്ന A to Z കാര്യങ്ങൾ ഓരോ എംപ്ലോയിനെ കുറിച്ചും ആ സൂപ്പർവൈസർ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യും, റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്യും. അതേപോലെ ഈ റിപ്പോർട്ട് ആർക്കും ഷെയർ ചെയ്യില്ല, ഡയറക്റ്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസറിന് മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നോ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുന്നുണ്ടെന്നോ എംപ്ലോയീസിന് അറിയില്ല, സൂപ്പർവൈസറിനും അതേപോലെ HR ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസേഴ്സിനും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഓരോ എംപ്ലോയിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സൂപ്പർവൈസർ എഴുതുന്നുണ്ടാകും, അതേപോലെ റിപ്പോർട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഓപ്പർച്യൂണിറ്റി മെത്തേഡാണ് വേറെ ഓഫീസർ ഓഫ് ദ HR ഡിപ്പാർട്ട്മെൻറ്റിന് കൃത്യമായിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഇവാലുവേഷൻ, അപ്രൈസൽ നടത്തുകയും ചെയ്യാം. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ എ സൂപ്പർവൈസർ. A to Z കാര്യങ്ങൾ എംപ്ലോയീസിനെ കുറിച്ച് അതിൽ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ലേറ്റർ ഓൺ ഈ കാര്യങ്ങൾ നേരെ ഓഫീസർ ഓഫ് ദ HR ഡിപ്പാർട്ട്മെൻറ്റ് ഈ റിപ്പോർട്ടുകൾ നേരെ അങ്ങോട്ട് പുട്ട് ഫോർവേഡ് ചെയ്യുകയും അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോയെന്നോ അല്ലെങ്കിൽ ഓഫീസറിന് സെൻഡ് ചെയ്യുന്നുണ്ടോയെന്നോ ഒന്നും പറയുന്നുമില്ല. ഇറ്റ് ഷാൽ ബി കെപ്റ്റ് സീക്രട്ട് ആൻഡ് കോൺഫിഡൻഷ്യൽ. അതാണ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് essay appraisal method. Under this method, the rater writes a paragraph or more covering an individual's strength, weakness and potential. Such essay appraisal methods are mainly used in sales or management departments. Here, the supervisor writes a detailed report about the employee's performance covering the employee's strength and weakness under a number of traits. The report must be prepared after observing the employee's performance continuously. The report depends upon the writing skill and experience of the supervisor. നമ്മൾ നേരത്തെ നോക്കി കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടായിട്ട് സിമിലർ ആയിട്ട് വരുന്നതാണ് ഈ പറയുന്ന essay appraisal മെത്തേഡ്.
അവിടെ റിപ്പോർട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇവിടെ എസ്സേ ആണ് സൂപ്പർവൈസർ പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അതായത് ഒരു എംപ്ലോയിനെ ബേസ് ചെയ്തിട്ട് ആ സൂപ്പർവൈസർ, ആ പർട്ടിക്കുലർ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആ എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു എസ്സേ ഡീറ്റെയിൽ ആയിട്ടൊരു റൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. എംപ്ലോയിൻ്റെ എല്ലാ കാര്യങ്ങളും, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പൊട്ടൻഷ്യലും അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുള്ള ഒരു എസ്സേ ആയിരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത എസ്സേ നമ്മൾ HR ഡിപ്പാർട്ട്മെൻറ്റിന് ഫോർവേഡ് ചെയ്യുന്നു. ഇതിൽ വരുന്ന മെയിൻ ലിമിറ്റേഷൻ, എസ്സേ അപ്രൈസൽ മെത്തേഡിൽ വരുന്ന മെയിൻ ലിമിറ്റേഷൻ എന്താ വെച്ചാൽ, ദ ക്വാളിറ്റി ഓഫ് ദി എസ്സേ, ദ ക്വാളിറ്റി ഓഫ് ദി റിപ്പോർട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ദി സൂപ്പർവൈസർ. ആ സൂപ്പർവൈസറിൻ്റെ റൈറ്റിംഗ് സ്കില്ലും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ എസ്സേൻ്റെയും ക്വാളിറ്റി വരുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതേണ്ടതെങ്കിൽ ആ പറയുന്ന വ്യക്തി, ആ പറയുന്ന സൂപ്പർവൈസറിന് ഇംഗ്ലീഷ് അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് അല്ല, അത്രയും ഫ്ലുവൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ, കറക്ഷൻസ് വരും, ഗ്രാമർ മിസ്റ്റേക്സ് വരുന്നതാണെങ്കിൽ ആ എസ്സേയുടെ ക്വാളിറ്റി പോയി. അത് വായിച്ച് മനസ്സിലാക്കിയെടുക്കുന്ന ആൾക്ക് അത് തീരെ വ്യക്തമായിരിക്കില്ല. അതേപോലെ ആ എംപ്ലോയീസിനെ കുറിച്ച് ആ സൂപ്പർവൈസറിന് അധികം അറിയില്ല. കാരണം ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളെങ്കിൽ അധികം വ്യക്തമായിട്ട് ഓരോ എംപ്ലോയിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അതും ഈ പറയുന്ന എസ്സേനെ ബാധിക്കും. അപ്പോൾ ഇതിലെ മെയിൻ ലിമിറ്റേഷൻ, എസ്സേ അപ്രൈസൽ മെത്തേഡിലെ മെയിൻ ലിമിറ്റേഷൻ എന്താ വെച്ചാൽ, ദ ക്വാളിറ്റി ഓഫ് ദി എസ്സേ അപ്രൈസൽസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സൂപ്പർവൈസർ. സൂപ്പർവൈസറിൻ്റെ റൈറ്റിംഗ് സ്കില്ലും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും ഓരോ എസ്സേയുടെ ക്വാളിറ്റി. അതേപോലെ തന്നെ ഓരോ എംപ്ലോയീസിനും കൊടുക്കുന്ന മാർക്സും. കാരണം ഈ എസ്സേനെ ബേസ് ചെയ്തിട്ടാണ് HR ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർ ഓരോ എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എംപ്ലോയീസിൻ്റെ ഇവാലുവേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സൂപ്പർവൈസറിനെയാണ്. സൂപ്പർവൈസറിൻ്റെ റൈറ്റിംഗ് സ്കില്ലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത മെത്തേഡ് നോക്കാം, ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡ്. A group of raters evaluate the performance of employees. A group of appraisers determine the standard performance for the job and measure the performance. Personal biases are minimized by increasing the number of evaluators in the group. അപ്പോൾ നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡ്. ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡിൽ നേരത്തെ മെത്തേഡ് നമ്മൾ നോക്കിയപ്പോൾ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു റേറ്റർ ഉണ്ടാവും. ആൾ ഇവാലുവേഷൻ നടത്തുന്നു, മാർക്സ് കൊടുക്കുന്നു. അതല്ലെങ്കിൽ ആ ഇവാലുവേഷൻ റെക്കോർഡിനെ ബേസ് ചെയ്തിട്ട് HR ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നു, അവർ മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ആകെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിട്ടുള്ളൂ. ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡ് ആണെങ്കിൽ നമ്പർ ഓഫ് സൂപ്പർവൈസേഴ്സ് ഇൻക്രീസ് ചെയ്യും. മോർ ദാൻ 2 സൂപ്പർവൈസേഴ്സ് എങ്കിലും ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡിൽ കീപ്പ് ചെയ്യും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർവൈസർ, അതേപോലെ തന്നെ HR ഡിപ്പാർട്ട്മെൻറ്റിന് സൂപ്പർവൈസർ, വെയർ ഹൗസിംഗ് ഒരു സൂപ്പർവൈസർ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സൂപ്പർവൈസർ. അങ്ങനെ നമ്പർ ഓഫ് സൂപ്പർവൈസേഴ്സ് ഫോർ ഇവാലുവേഷൻ ടെക്നിക് വുഡ് ബി ഇൻക്രീസ്ഡ്. ഈ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, പേഴ്സണൽ ബയസസ് ഓഫ് ദ സൂപ്പർവൈസർ, ആ സൂപ്പർവൈസറിന് വരുന്ന പേഴ്സണൽ ഗ്രഡ്ജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡിൽ വരുന്നത്. അപ്പോൾ അണ്ടർ ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡ്, the number of supervisors or the number of raters will be increased, and all these raters will be providing marks to all these employees. അതാണ് ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡിൽ വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡിൽ ഒരു ഗ്രൂപ്പിൽ എത്ര സൂപ്പർവൈസേഴ്സ് വരും നമുക്ക് നോക്കാം. ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ഓഫ് ദ എംപ്ലോയി, other supervisors who have close contact with the concerned employee's work, head of the department, പേഴ്സണൽ എക്സ്പേർട്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ഓഫ് എംപ്ലോയി, അതായത് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് സൂപ്പർവൈസറായിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർവൈസറാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ബി എന്ന് പറഞ്ഞ എംപ്ലോയിനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ഒന്ന് ഞാൻ വരും. അതായത് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർവൈസർ ആരാണ്, അദ്ദേഹത്തിനാണ് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അതേപോലെ കൺസേൺ സൂപ്പർവൈസേഴ്സ് ഓഫ് അതർ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സൂപ്പർവൈസർ വന്നു കഴിഞ്ഞു, അതിനുശേഷം മാർക്കറ്റിംഗിന് വരാം, അഡ്വർടൈസ്മെൻറ്റിന് വരാം, വെയർ ഹൗസിംഗിന് വരാം, HR ഡിപ്പാർട്ട്മെൻറ്റിന് വരാം. ഈ പറഞ്ഞ റിലേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വരുന്ന സൂപ്പർവൈസേഴ്സ് ആരൊക്കെയാണ്, അവരും ഈ പറഞ്ഞ ഗ്രൂപ്പിൽ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനോട് കൺസേൺ ചെയ്തിട്ട് ഒരു ഹെഡ് ഓഫീസർ ഉണ്ടാവും, അദ്ദേഹം വരും. അതാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പേഴ്സണൽ എക്സ്പേർട്ട്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഒരു വ്യക്തിയായിരിക്കും, ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും, ഒരു ഓഫീസറായിരിക്കും. അദ്ദേഹത്തിന് ഈ എംപ്ലോയീസിനെ കുറിച്ച് മാത്രമായിട്ടാണ് അദ്ദേഹം നോക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിനും
ഒരു ഓഫീസർ വരുന്നു. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ഉണ്ടാവും, അതർ സൂപ്പർവൈസേഴ്സ് ഓഫ് ദ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നു, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നു, അതേപോലെ തന്നെ പേഴ്സണൽ എക്സ്പോർട്ട് HR ഡിപ്പാർട്ട്മെൻറ്റും ഒരു ഓഫീസർ വരുന്നുണ്ടാവും. ഇതാണ് ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡിൽ ദ നമ്പർ ഓഫ് സൂപ്പർവൈസേഴ്സ് വിൽ ബി ഇൻക്രീസ്ഡ്. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രഡീഷണൽ അപ്രൈസൽ മെത്തേഡിൽ വരുന്ന 10 മെത്തേഡ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോഡേൺ അപ്രൈസൽ മെത്തേഡ്സ് നമുക്ക് നോക്കാം. താങ്ക് യു ഓൾ.